കഥ തുടങ്ങുമ്പോൾ നീലുവിന്റെ അച്ഛൻ സിദ്ധ് നീലുവിന് ഒരു സ്റ്റോറി ബുക്ക് കൊണ്ടു കൊടുക്കുകയാണ്. രാത്രിയിൽ സ്റ്റോറി കേട്ടാണ് നീലു ഉറങ്ങുന്നത്. പുതിയ ബുക്കിലുള്ള കഥ നീലുവിന്റെ അമ്മ വായിച്ചു കൊടുക്കുകയാണ്. ഭൂമിയുടെ ഏറ്റവും അടിയിലുള്ള രാക്ഷസ ലോകത്താണ് കുൽക്കിയും അവരുടെ മകൻ കീറ്റയും ജീവിച്ചിരുന്നത്. കീറ്റയ്ക്ക് സഹോദരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർ കീറ്റയ്ക്ക് വേണ്ടി ഒരു സഹോദരനെ അന്വേഷിക്കുകയാണ്. ഇത്രയും വായിക്കുമ്പോൾ നീലു ഉറങ്ങിപ്പോവുകയാണ്. നീലുവിന് ഒരു സഹോദരനുണ്ട്, പേര് മനു എന്നാണ്. നീലുവിനെ ഉറക്കി കിടത്തിയിട്ട് സീമ അവിടെ നിന്ന് പോവുകയാണ്. രാവിലെ സീമ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് പോവുകയാണ്. ഇതിനിടയിൽ നീലുവിന് ബ്രെഡ് വേണ്ട, ചപ്പാത്തി മതി എന്ന് പറയുന്നത് കേൾക്കുന്ന സീമ ഇപ്പോൾ മുമ്പിലിരിക്കുന്നത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. തുടർന്ന് ബ്രെഡ് കഴിക്കാൻ ഇഷ്ടമല്ലാതെ നീലു ഇരിക്കുമ്പോൾ അവിടെ ബുക്കിൽ വായിച്ച കഥയിലെ കുൽക്കി നീലുവിന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശേഷം നീലുവിന്റെ കൂടെ ഇരുന്ന് കുൽക്കിയും കീറ്റയും ഫുഡ് കഴിക്കുകയാണ്. ബുക്കിൽ കണ്ട അവരെ എല്ലാവരെയും നേരിട്ട് കണ്ടതിന്റെ സന്തോഷത്തിലാണ് നീലു. അടുത്ത സീനിൽ സീമ തിരിച്ചു വരുമ്പോൾ വീടെല്ലാം വൃത്തിയായിരിക്കുന്നത് കാണുന്ന സീമ കല്യാണി ഇന്ന് വീടെല്ലാം ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ നിൽക്കുന്നത് കാണുന്ന നീലു ഇതെല്ലാം കല്യാണി അല്ല ചെയ്തതെന്നും ബുക്കിൽ വായിച്ച കുൽക്കിയും കീറ്റയുമാണ് ഇതെല്ലാം ചെയ്തതെന്നും പറയുന്നത് കേൾക്കുന്ന സീമ നീലു തമാശ പറഞ്ഞതാണെന്നും വിചാരിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ബെഡിന്റെ അടിയിൽ കീറ്റയും കുൽക്കിയും കിടക്കുകയാണ്. അടുത്ത ദിവസം എല്ലാവരും ഒരു പാർട്ടിക്ക് പോകുമ്പോൾ അവർ 3 പേര് നീലുവിന്റെ അടുത്ത് വരികയാണ്. അവർ കഥകൾ പറഞ്ഞും തമാശ പറഞ്ഞും ഫുഡുണ്ടാക്കി കഴിച്ചും അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ഒരു ഫാമിലിയായി ഇരിക്കുകയാണ്. ശേഷം പാർട്ടി കഴിഞ്ഞ് നീലുവിന്റെ ഫാമിലി തിരിച്ചു വരുമ്പോൾ നീലു ഉറങ്ങിക്കിടക്കുന്നത് കാണുന്ന സീമ നീലുവിനെ വിളിക്കുമ്പോൾ നീലു ബുക്കിലുള്ള കുൽക്കിയും കീറ്റയും വന്നു എന്നൊക്കെ പിറുപിറുക്കുന്നത് കാണുന്ന സീമ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. രാവിലെ ബുക്കുമായി നീലു നടക്കുന്നത് കാണുന്ന സീമ ബുക്ക് പുറത്തേക്ക് എറിയുകയാണ്. അത് കാണുന്ന നീലു വിഷമത്തോടെ ഇരിക്കുകയാണ്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന നീലു വിഷമിച്ചിരിക്കുന്നത് കാണുന്ന കീറ്റ ബുക്ക് നീലുവിന് കൊടുക്കുകയാണ്. തുടർന്ന് അവർ നീലുവിന് ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. ശേഷം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സീമയും സിദ്ധുവും മനു വീട്ടിലില്ലാത്തത് ശ്രദ്ധിക്കുകയാണ്. മനു എവിടെയെന്ന് നീലുവിനോട് ചോദിക്കുമ്പോൾ മനുവിനെ കല്യാണിയെയും വാച്ച്മാനെയും ഉറക്കിയതുപോലെ ഉറക്കി എന്ന് പറയുന്നത് കേട്ട് പേടിച്ചിരിക്കുന്ന സീമയുടെയും സിദ്ധിന്റെയും മുമ്പിൽ രാക്ഷസന്മാർ വരികയാണ്. അവരെ കണ്ടയുടൻ നീലു അവരുടെ അടുത്തേക്ക് പോകുന്നത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് സിദ്ധുവും സീമയും. ശേഷം ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ സീമ അവരോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന കുൽക്ക നമ്മുടെ ഫാമിലി പൂർണ്ണമാകണമെങ്കിൽ നീലുവിനെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സീമയും സിദ്ധുവും. അടുത്ത സീനിൽ റൂമിലെല്ലാം പോയി നോക്കുന്ന സിദ്ധുവും സീമയും സ്റ്റോർ റൂമിൽ മനുവിനെ കാണുകയാണ്. മനു ബോധമില്ലാതെ കിടക്കുകയാണ്. കല്യാണിയും വാച്ച്മാനും മരിച്ചു കിടക്കുകയാണ്. ഈ സമയം നീലുവിനെ അവർ രാക്ഷസ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ശേഷം നീലുവിനെ റൂമിൽ കാണാത്തത് കാണുന്ന സിദ്ധുവും സീമയും സ്റ്റോറി ബുക്ക് നോക്കുമ്പോൾ ആ ബുക്കിലെ ലാസ്റ്റ് പേജിലെ എന്തോ പ്രത്യേകത തോന്നുന്ന അവർ രണ്ടുപേരും ആ പേജിൽ തൊടുമ്പോൾ അവർ രാക്ഷസ ലോകത്തേക്ക് പോവുകയാണ്. അവിടെ മറിഞ്ഞിരിക്കുന്ന അവർ നീലുവിന് കുൽക്കി ഒരു ഡ്രിങ്ക്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ സിദ്ധ് അവരെല്ലാവരും ഉറങ്ങുന്ന സമയം ആ കുപ്പിയിൽ നിന്ന് ഡ്രിങ്ക്സ് മാറ്റി വെള്ളം ഒഴിച്ചു വെക്കുകയാണ്. ശേഷം രാവിലെ എല്ലാവരും ആ കുപ്പിയിൽ സിദ്ധ് ഒഴിച്ചു വെച്ച വെള്ളം കുടിക്കുകയാണ്. ആ വെള്ളം കുടിക്കുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ നിൽക്കുകയാണ്. ആ സമയം സിദ്ധും സീമയും കൂടി നീലുവിനെയും കൊണ്ട് അവിടെ നിന്നും ഭൂമിയിലേക്ക് വരികയാണ്. ഉറക്കത്തിൽ കിടക്കുന്ന നീലു കണ്ണു തുറക്കുമ്പോൾ കുൽക്കിയെയും കീറ്റയെയും മറന്നു എന്ന് മനസ്സിലാക്കുന്ന അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് സീമ സിദ്ധിനോട് ഇങ്ങനെയുള്ള സ്റ്റോറി ബുക്ക് ഒന്നും വാങ്ങരുതെന്ന് വാണിംഗ് കൊടുക്കുകയാണ്. ഇതോടെ ഈ കഥ അവസാനിക്കുന്നു. അടുത്ത പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.